വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ കേന്ദ്രമന്ത്രി പലതവണ മുനമ്പം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇന്ന് മുനമ്പത്ത് നന്ദി മോദി പരിപാടിയുമായി എത്തും മുൻപ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനൊപ്പം കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുനമ്പം പ്രശ്നം വഖഫ് ബില്ലിലെ ഏത് ഭേദഗതിയിലൂടെയാണ് പരിഹരിക്കുക എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് വന്നപ്പോൾ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ആ സത്യം. മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയിലൂടെ ഒരു പരിഹാരമില്ല. മുനമ്പത്തെ ജനം നിയമപോരാട്ടം തുടരേണ്ടി വരും. നിയമവഴിയിലൂടെ മാത്രമേ പരിഹാരമുള്ളൂ അത്രേ. ഇതല്ലേ മന്ത്രി കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പറഞ്ഞത്? ഇത് പറയാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. മുനമ്പത്ത് സമരമിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് വഖഫ് ഭേദഗതിയെ മുനമ്പവുമായി ബന്ധപ്പെടുത്തിയ BJP അതിബുദ്ധി പൊളിഞ്ഞുവെന്നതിന്റെ സൂചനയല്ലേ റിജിജുവിന്റെ വാക്കുകൾ? വഖഫ് ഭേദഗതിയെ മുനമ്പം മുന്നിൽ കണ്ട് അതിവേഗം പിന്തുണച്ച സഭാ നേതൃത്വത്തിനും കണ്ണു തുറന്നിട്ടുണ്ടോ? വഖഫിൽ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പരിഹസിക്കുന്ന BJP നേതൃത്വം വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കണ്ടതിലെ രാഷ്ട്രീയത്തെ എന്ത് പേരിട്ട് വിളിക്കണം? പ്ലാൻ മുനമ്പം വ്യക്തമോ എന്നതാണ് ചോദ്യം.